ഇന്ത്യൻ മണ്ണിൽ മുസ്ലിം ഭരണം സ്ഥാപിക്കപ്പെടുന്നതിന് കാരണക്കാരായവരിൽ പ്രധാനപ്പെട്ട രണ്ടുപേരാണ് മുഹമ്മദ് ഗസ്നിയും മുഹമ്മദ് ഘോറിയും എന്ന് പറയാം. ഇന്ത്യൻ മേഖലകളിലേക്ക് മുസ്ലിം മേഖലകളിൽ നിന്ന് ആദ്യമായി ആക്രമണം നടത്തിയത് മുഹമ്മദ് ബിൻ ഖാസിം ആണെന്ന് പറയാമെങ്കിലും അത് പാതി വഴിയിൽ നിലയ്ക്കുകയുണ്ടായി. അതിനപ്പുറം വന്ന മുഹമ്മദ് ഗസ്നിയാകട്ടെ ലോകം കണ്ട ഏറ്റവും മികച്ച സൈന്യാധിപന്മാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന ഒരാളാണ്. AD 1000-നും AD 1026-നും ഇടയ്ക്ക് മുഹമ്മദ് ഗസ്നി 17 തവണ ഇന്ത്യൻ മേഖലകൾ ആക്രമിച്ചു എന്നാണ് കണക്ക്. അസാമാന്യ ധൈര്യശാലിയും കഴിവുറ്റ ഒരു യോദ്ധാവും എന്തിനേയും നേരിടാൻ ഉതകുന്ന മനക്കരുത്തുമുള്ള ഒരാളായിരുന്നു മുഹമ്മദ് ഗസ്നിയെങ്കിലും അദ്ദേഹം സൃഷ്ടിച്ചെടുത്ത വലിയൊരു സാമ്രാജ്യത്തിൽ കൃത്യമായ ഒരു ഭരണ സംവിധാനമൊന്നും സൃഷ്ടിക്കാൻ അദ്ദേഹം താൽപ്പര്യപ്പെടുകയുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മേഖലകളിലേക്ക് കടന്നെത്തുകയും മുസ്ലിം ഭരണത്തിന് ഇവിടെ അടിത്തറയിട്ടതും മുഹമ്മദ് ഘോറിയാണെന്ന് പറയാം. അപ്രകാരം ഈ വീഡിയോയിലൂടെ മുഹമ്മദ് ഘോറിയുടെ ഇന്ത്യൻ ആക്രമണങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുമാണ് പരിചയപ്പെടുത്തുന്നത്. ഗസ്നിയെപ്പോലെ തന്നെ ഘോറും അഫ്ഗാനിസ്ഥാനിലെ ഒരു ചെറിയ രാജ്യമായിരുന്നെന്ന് പറയാം. ഗസ്നിക്കും ഹെറാത്തിനും ഇടയിലെ ഒരു മേഖലയാണിത്. ചിലരൊക്കെ ഇവർ അഫ്ഗാനികൾ തന്നെയാണെന്ന് പറയുമെങ്കിലും സത്യത്തിൽ ഇവർ ഈസ്റ്റേൺ പേർഷ്യൻ മേഖലകളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള തുർക്കിഷ് ജനതയാണ്. ഈ ഘോർ എന്ന് പറയുന്ന മേഖല പ്രധാനമായും കൃഷിജീവിതം തന്നെ ആയിരുന്നെങ്കിലും അവിടെ ഗംഭീര കുതിരകളും കുതിരപ്പടയാളികളും ആ കാലത്ത് തന്നെ പ്രശസ്തമായിരുന്നു. ആ കാലത്ത് കുതിരപ്പട എന്നതാണല്ലോ ഏറ്റവും വലിയ ആയുധം ഏത് യുദ്ധത്തിലും എന്നോർക്കുക. AD 1009 മുഹമ്മദ് ഗസ്നി ഈ ഘോർ മേഖലകളൊക്കെ കീഴടക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിലാക്കുകയുണ്ടായി. എന്നാൽ ഇദ്ദേഹത്തിനപ്പുറം ഗസ്നി മേഖല തകർന്നപ്പോൾ ഘോർ മേഖല സ്വതന്ത്രമാവാൻ പോരാട്ടങ്ങൾ നടത്തി. അങ്ങനെ അലാവുദ്ദീൻ ഹുസൈൻ ഘോർ മേഖലകളെ സ്വതന്ത്രമാക്കുകയും അവിടെ ഒരു പ്രബല രാജ്യമാക്കി തീർക്കുകയുമുണ്ടായി. ഈ അലാവുദ്ദീനൊക്കെ ശേഷം അദ്ദേഹത്തിൻ്റെ മരുമക്കളായ ഘിയാസുദ്ദീനും സഹാബുദ്ദീനും യോജിച്ച് ഘോറിൻ്റെ ഭരണകാര്യങ്ങൾ നോക്കുകയുണ്ടായി. ഘിയാസുദ്ദീൻ രാജ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ സഹാബുദ്ദീൻ അയൽദേശങ്ങളെ ആക്രമിച്ച് കീഴടക്കുന്നതിൻ്റെ നായകനായി മാറി. അങ്ങനെ ഘിയാസുദ്ദീൻ സഹോദരനായ സഹാബുദ്ദീനെ ഗസ്നി മേഖലകൾ തന്നെ പിടിച്ചെടുക്കാനായി അയക്കുകയുണ്ടായി. 1173, 1174 കാലത്ത് ഈ സഹാബുദ്ദീൻ ഗസ്നി തന്നെ പിടിച്ചെടുക്കുകയും ചെയ്തു. ഈ സഹാബുദ്ദീൻ്റെ മറ്റൊരു പേരാണ് മുഹമ്മദ് ഘോറി എന്നത്. ഇന്ത്യയെ ആക്രമിച്ച് കീഴടക്കി മുസ്ലിം സാമ്രാജ്യത്തിന് അടിത്തറയിട്ട അതേ മുഹമ്മദ് ഘോറി തന്നെ. സഹോദരനായ ഘിയാസുദ്ദീൻ വെസ്റ്റേൺ മേഖലകളിൽ സാമ്രാജ്യം വികസിപ്പിക്കുന്നതിൽ നേതൃത്വം നൽകിയപ്പോൾ മുഹമ്മദ് ഘോറി കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പട നയിച്ചു. മുഹമ്മദ് ഗസ്നിയെപ്പോലെ മുഹമ്മദ് ഘോറി മികച്ച ഒരു പട്ടാള കമാൻഡറൊന്നും ആയിരുന്നില്ല. എന്തിനേറെ യുദ്ധങ്ങളിൽ ഒട്ടേറെ തോൽവികളൊക്കെ നേരിടേണ്ടി വന്ന ഒരാൾ കൂടിയാണ് ഘോറി. എന്നാൽ തൻ്റെ തോൽവികളിലൊന്നും തന്നെ മനം മടുക്കാതെ തിരിച്ചുവരവുകളും അതിനായി നിരന്തരം പോരാട്ടങ്ങളും നടത്തി എന്നതാണ് ഘോറിയെ ചരിത്രത്തിൽ വ്യത്യസ്തനാക്കുന്ന ഒരു ഘടകം. അത് ഇന്ത്യൻ മണ്ണിലെ അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങളിൽ നിന്നും വ്യക്തമായി തന്നെ നമുക്ക് കാണുവാനും കഴിയും. മുഹമ്മദ് ഘോറിയുടെ ഇന്ത്യൻ മേഖലകളിലേക്കുള്ള അല്ലെങ്കിൽ കിഴക്കൻ മേഖലകളിലേക്കുള്ള പടനീക്കത്തിനായി പല കാരണങ്ങൾ നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഒന്ന് മുഹമ്മദ് ഘോറി തന്നെയാണ്. അദ്ദേഹത്തെ പോലൊരു ഭരണാധികാരി ഏവരെയും പോലെ തൻ്റെ സാമ്രാജ്യവും വികസിപ്പിക്കാൻ ആഗ്രഹിച്ചു എന്നത്. മറ്റൊന്ന് രാജ്യകുടുംബങ്ങളായ ഘോറും ഗസ്നിയുമൊക്കെ പാരമ്പര്യമായി തന്നെ ശത്രുതയിൽ ജീവിച്ചിരുന്നവരാണ്. ഈ പ്രധാന ഗസ്നവി സാമ്രാജ്യമൊക്കെ തകർന്നെങ്കിൽ പോലും അവരുടെ വിഭാഗം തന്നെയായിരുന്നു ആ കാലത്ത് പഞ്ചാബ് മേഖലകൾ ഭരിച്ചിരുന്നത്. മുഹമ്മദ് ഘോറി ഗസ്നി പിടിച്ചെടുത്തതിന് ശേഷം അവർ ബാക്കി നിൽക്കുന്ന പഞ്ചാബ് മേഖലകൾ കൂടി പിടിച്ചെടുക്കാൻ തീരുമാനിച്ചിരിക്കാം. കാരണം പാരമ്പര്യമായി നിലനിൽക്കുന്ന എതിരാളിയെ പൂർണ്ണമായി ഇല്ലാതാക്കേണ്ടതുണ്ടെന്നും അങ്ങനെയായാൽ മാത്രമേ തൻ്റെ സാമ്രാജ്യത്തിൻ്റെ കിഴക്കൻ അതിരുകൾ സമാധാനപൂർവ്വമാകുമെന്നും അദ്ദേഹം കരുതി കാണാം. മറ്റൊന്ന് ഘോറി സാമ്രാജ്യത്തിൻ്റെ വെസ്റ്റേൺ ലക്ഷ്യങ്ങൾക്ക് വിലങ്ങുതടിയായി പേർഷ്യൻ മേഖലകൾ നിലനിന്നതുകൊണ്ട് തന്നെ കൂടുതൽ കിഴക്കൻ പ്രദേശങ്ങൾ കീഴടക്കാനും മുഹമ്മദ് ഘോറിയെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവാം. മറ്റൊന്ന് ഗസ്നിയെപ്പോലെ തന്നെ ഇന്ത്യയെ ആക്രമിച്ചാൽ വലിയ തോതിൽ സമ്പത്ത് സൃഷ്ടിക്കാമെന്ന ലക്ഷ്യവും ഘോറിയിൽ ഉണ്ടാവാം. ഏതായാലും ഇന്ത്യൻ മേഖലകൾ ലക്ഷ്യമാക്കിയുള്ള മുഹമ്മദ് ഘോറിയുടെ ആക്രമണങ്ങൾ AD 1175 തുടങ്ങിയെന്ന് പറയാം. അതായത് മുഹമ്മദ് ഗസ്നിക്കപ്പുറം ഒരു 148 വർഷങ്ങളൊക്കെ കഴിഞ്ഞ് ഘോറിയിലൂടെ വീണ്ടും വിദേശാക്രമണങ്ങൾ ഇന്ത്യൻ മണ്ണിലെത്തി എന്നത് തന്നെ. മുഹമ്മദ് ഗസ്നിയുടെ ആ കാലഘട്ടത്തിൽ നിന്നും വലിയ വ്യത്യാസമൊന്നും അപ്പോഴും ഇന്ത്യൻ മേഖലകളിൽ ഉണ്ടായിരുന്നില്ല. ജനജീവിതമൊക്കെ അങ്ങനെ തന്നെ. പല രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ട് പലതരം രാജകുടുംബങ്ങൾ നിറഞ്ഞു നിന്ന വലിയൊരു പ്രദേശം. ഇതിൽ തന്നെ പല രാജ്യങ്ങളും വിദേശ ആക്രമണത്തെ തടയാൻ മാത്രം ശക്തിയുള്ളവയുമായിരുന്നു.
പക്ഷേ അപ്പോഴും രാഷ്ട്രീയപരമായി അയൽരാജ്യങ്ങൾ ഒരുമിക്കാത്തതിൻ്റെയും പരസ്പരം പോരടിച്ചതിൻ്റെയും ഒക്കെ ബുദ്ധിമുട്ടുകൾ ഈ രാജ്യങ്ങൾക്കൊക്കെ തന്നെയും ഉണ്ടായിരുന്നെന്നും പറയാം. 1170 കാലത്ത് സിന്ധു മേഖലകളും മുൾട്ടാനുമൊക്കെ ഭരിച്ചിരുന്നത് ഷിയ മുസ്ലിം ഭരണാധികാരികളായിരുന്നു. പഞ്ചാബ് ആണെങ്കിൽ അവസാനത്തെ ഗസ്നവിദ് ഭരണാധികാരിയുമായിരുന്നു. ഇവിടത്തെ ഭരണാധികാരിയായിരുന്ന ഖുസ്രവ് ഷാ ആണെങ്കിൽ ശക്തനുമല്ലായിരുന്നു. അജ്മേർ മേഖലകളിലുള്ള ചൗഹാൻ വംശം ശക്തമായിരുന്നതുകൊണ്ട് തന്നെ അവർ പല മേഖലകളും പിടിച്ചെടുക്കുന്ന അവസ്ഥയുണ്ടായി. ഗുജറാത്ത് മേഖലകൾ ഭരിച്ചിരുന്നത് ചാലൂക്യന്മാരായിരുന്നു. ശക്തരായിരുന്ന ചാലൂക്യന്മാർ അജ്മീറിലെ ചൗഹാൻ വംശത്തോട് നിരന്തരം പോരടിച്ചതിനെ തുടർന്ന് അവരുടെ ശക്തിയും കുറഞ്ഞിരുന്നു. ഇത്തരത്തിൽ പലതരത്തിൽ വിഭജിക്കപ്പെട്ട ഒരു മേഖലയാണ് മുഹമ്മദ് ഘോറി ആക്രമിച്ചു തുടങ്ങുന്നത്. മുഹമ്മദ് ഘോറി 1175 മുൾട്ടാനൊക്കെ കീഴടക്കുകയുണ്ടായി. എന്നാൽ 1178 ഗുജറാത്തിലേക്ക് അദ്ദേഹം നടത്തിയ നീക്കം ചാലൂക്യ രാജാവായിരുന്ന മുൾരാജ് രണ്ടാമൻ തകർക്കുകയുണ്ടായി. തോറ്റ ഘോറിക്കെന്നാൽ പിന്മാറ്റം എന്നൊന്നുണ്ടായിരുന്നില്ല. അയാൾ 1182 കാലത്ത് സിന്ധു മേഖല പൂർണ്ണമായും പിടിച്ചെടുക്കുകയുണ്ടായി. ഇത്തരത്തിൽ മുഹമ്മദ് ഘോറി മുന്നേറുകയും പഞ്ചാബ് അടക്കം കീഴടക്കിക്കൊണ്ട് മുന്നേറിയതോടെ ഡൽഹി മേഖലകളുമായി ഒരു യുദ്ധ സാധ്യത തന്നെ ഉടലെടുക്കുകയുമുണ്ടായി. 1190കളിൽ പെഷവാറും ലാഹോറും സിയാൽക്കോട്ടുമൊക്കെ മുഹമ്മദ് ഘോറി കീഴടക്കിയതോടെ ഡൽഹി മേഖലകളുമായുള്ള ഒരു വലിയ യുദ്ധം അടുത്തെത്തി. മുഹമ്മദ് ഘോറി മുൾട്ടാൻ മേഖലകളിൽ വിജയം നേടിയ സമയത്താണ് 1177 പൃഥ്വിരാജ് ചൗഹാൻ അജ്മീർ മേഖലയിൽ തൻ്റെ 14-ാം വയസ്സിൽ അധികാരത്തിൽ വരുന്നത്. ഡൽഹിയും മറ്റുമൊക്കെ ഈ ഒരു ചൗഹാൻ വിഭാഗത്തിന് കീഴിലുമായിരുന്നു. മികച്ച ഭരണാധികാരിയായിരുന്ന, സാമ്രാജ്യം വികസിപ്പിക്കാൻ സ്വപ്നം കണ്ടിരുന്ന, മികച്ച പോരാളിയായിരുന്ന പൃഥ്വിരാജ് ചൗഹാൻ സ്വാഭാവികമായും തൻ്റെ അയൽ രാജ്യങ്ങളോട് പോരാട്ടം നടത്തിക്കൊണ്ട് രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കുക തന്നെയുണ്ടായി. ഇത് മറ്റ് അയൽ രാജ്യങ്ങളുമായി കടുത്ത ശത്രുത സൃഷ്ടിക്കുന്നതിനും കാരണമായി മാറുകയുണ്ടായി. കനൗജിൻ്റെ രാജാവായിരുന്ന ജയചന്ദ്രനുമായൊക്കെ കടുത്ത ശത്രുത തന്നെയാണ് പൃഥ്വിരാജ് ചൗഹാൻ വരുത്തിവെച്ചതെന്ന് നിസ്സംശയം പറയാം. എന്നാൽ ചെറുപ്പമായ അതിശക്തനായ പൃഥ്വിരാജ് ചൗഹാന് മുന്നിൽ ആഭ്യന്തരമായി പോരടിച്ചു നിൽക്കാനുള്ള എതിരാളികൾ ഇല്ലാതെയുമായി. ആ ഒരു സമയത്താണ് പഞ്ചാബ് മേഖലകളുമൊക്കെ കടന്നുകൊണ്ട് മുഹമ്മദ് ഘോറി പോരാട്ടത്തിനായി എത്തുന്നത്. അങ്ങനെ പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഘോറിയും തമ്മിലുള്ള വലിയൊരു യുദ്ധത്തിന് കളമൊരുങ്ങി. ആ കാലത്തെ എഴുത്തുകളിൽ തരവിന്ദ ഫോർട്ട് എന്ന് രേഖപ്പെടുത്തിയ ഒരു കോട്ട മുഹമ്മദ് ഘോറി കീഴടക്കിയതിനെ തുടർന്ന് മുന്നിലെത്തിയ എതിരാളിയെ പൃഥ്വിരാജ് ചൗഹാൻ കാണുകയുണ്ടായി. ഈ കോട്ട എന്നത് ഇന്നത്തെ പ്രശസ്തമായ ബഥിന്ദ കോട്ടയാണെന്ന് പറയപ്പെടുന്നു. ഉടൻ തന്നെ ചുറ്റുമുള്ള രാജ്പുത് വംശങ്ങളെ സമീപിക്കുകയും നമുക്ക് മുന്നിലേക്ക് വന്നിട്ടുള്ള എതിരാളിയെ തകർക്കാനായി ഒത്തുചേരണമെന്നും പൃഥ്വിരാജ് ചൗഹാൻ അഭ്യർത്ഥിച്ചു. അതിനെ തുടർന്ന് രാജ്പുത് വംശങ്ങൾ കൂടിച്ചേർന്ന ഒരു സൈന്യത്തെ പൃഥ്വിരാജ് ചൗഹാൻ നിർമ്മിച്ചെടുത്തു. അപ്പോഴും കനൗജിലെ രാജാവായ ജയചന്ദ്രൻ പൃഥ്വിരാജ് ചൗഹാന് കീഴിൽ നിലകൊണ്ടില്ല. അങ്ങനെ വലിയൊരു സൈന്യത്തെ നിർമ്മിക്കുകയും ഘോറിക്കെതിരെ പോരാടാനായി ഡൽഹി മേഖലകൾ തയ്യാറെടുക്കുകയുമുണ്ടായി. അവരുടെ നായകനായി ചെറുപ്പമായി അങ്ങേയറ്റം പോരാട്ട വീര്യമുള്ള പൃഥ്വിരാജ് ചൗഹാനും. അപ്രകാരം 1191 ഹരിയാനയിലെ തറൈൻ പ്രദേശത്ത് വെച്ച് ഇരു കൂട്ടരും ഏറ്റുമുട്ടുകയുണ്ടായി. ഇതാണ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തറൈൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മികച്ചു നിന്ന പൃഥ്വിരാജിൻ്റെ സൈന്യം ഈ യുദ്ധത്തിൽ മുഹമ്മദ് ഘോറിയുടെ സൈന്യത്തെ നിലംപരിശാക്കുകയാണ് ഉണ്ടായത്. ആൾബലത്തിലും യുദ്ധവൈഭവത്തിലുമെല്ലാം തന്നെ അന്ന് പൃഥ്വിരാജ് ചൗഹാൻ മുന്നിട്ട് നിന്നു. ഇവിടെ യുദ്ധത്തെ മുന്നിൽ നിന്ന് നയിച്ചത് ഗോവിന്ദ് റായ് ആയിരുന്നു. ചരിത്രരേഖകളിൽ മറ്റൊരു രാജ്പൂത് രാജാവായും പൃഥ്വിരാജ് ചൗഹാൻ്റെ സഹോദരനായും പട്ടാള കമാൻഡറുമായും ഒക്കെ കണക്കാക്കപ്പെട്ടിട്ടുള്ള ഗോവിന്ദ് റായ് ഏതായാലും പൃഥ്വിരാജ് ചൗഹാനോളം ശക്തനായിരുന്നു എന്ന് പറയാവുന്നതാണ്. യുദ്ധത്തിൽ തിരിച്ചടി ലഭിച്ചുകൊണ്ടിരുന്ന മുഹമ്മദ് ഘോറി ആ ഒരു അവസ്ഥയെ മാറ്റിക്കൊണ്ട് സൈന്യത്തെ ഉത്തേജിപ്പിച്ച് തിരിച്ചുവരവ് നടത്താനായി ചൗഹാൻ വംശത്തെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഗോവിന്ദ് റായിയെ തന്നെ ലക്ഷ്യമാക്കി ഒരു ആക്രമണം നടത്താൻ തീരുമാനിക്കുകയും ഘോറി ഗോവിന്ദ് റായ്ക്ക് നേരെ നേരിട്ട് പട നയിക്കുകയുമുണ്ടായി. അങ്ങനെ യുദ്ധത്തിൽ ഗോവിന്ദ് റായിയും ഘോറിയും നേർക്കുനേർ വന്നു. ഇരുകൂട്ടരും ഏറ്റുമുട്ടുകയും ആദ്യം ഗോവിന്ദ് റായ്ക്ക് മുറിവേൽക്കുകയും ചെയ്തത്രേ. തളരാതെ ഗോവിന്ദ് റായ് തിരിച്ചടിക്കുകയും അത് മുഹമ്മദ് ഘോറിക്ക് കനത്ത പരിക്കേൽക്കുന്നതിനും കാരണമായി മാറി. ചരിത്രരേഖകളിൽ മുഹമ്മദ് ഘോറി പിടിക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുമെന്ന് തോന്നിച്ച ഒരു നിമിഷത്തിൽ ഒരു പട്ടാളക്കാരൻ കടന്നെത്തുകയും ഘോറിയെ രക്ഷിക്കുകയും കുതിരപ്പുറത്ത് കയറ്റി അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തത്രേ. ഏതായാലും ഗുരുതരമായി പരിക്കേറ്റ ഘോറി യുദ്ധക്കളത്തിൽ നിന്ന് പിൻവാങ്ങിയതിനെ തുടർന്ന് പതിയെ അദ്ദേഹത്തിൻ്റെ ബാക്കി സൈന്യവും പിന്തിരിയുകയും മുഹമ്മദ് ഘോറി ഇന്ത്യൻ മണ്ണിൽ വലിയൊരു തോൽവി ഏറ്റുവാങ്ങുകയും ചെയ്തു. എന്നാൽ ഘോറി തിരിച്ചുപോയപ്പോൾ ഘോറിയുടെ ചെറിയൊരു സൈന്യം കോട്ടയിൽ പ്രതിരോധം തീർക്കുകയുണ്ടായി. അങ്ങനെ ചൗഹാൻ്റെ സൈന്യം ഈ കോട്ടയ്ക്ക് ഉപരോധവും ഏർപ്പെടുത്തി.
എന്നാൽ പിന്തിരിഞ്ഞോടിയ മുഹമ്മദ് ഗോറിയെ രാജ്പൂത് സൈന്യങ്ങൾ പിന്തുടരാനോ പിടിക്കാനോ ഒന്നും ശ്രമിച്ചില്ല. ഒരുപക്ഷെ മുഹമ്മദ് ഗോറി പരാജിതനായി പോയതാണെന്നും വീണ്ടും ഒരു യുദ്ധത്തിനായി തിരിച്ചു വരുമെന്നും പൃഥ്വിരാജ് ചൗഹാൻ അന്ന് കണക്കുകൂട്ടി കാണില്ല. ഏതായാലും പിന്നീടുള്ള മാസങ്ങളിൽ മുഹമ്മദ് ഗോറി വീണ്ടും വലിയൊരു സൈന്യത്തെ കെട്ടിപ്പടുക്കുന്നതിനായി മത്സരിക്കുകയാണുണ്ടായത്. ഇവിടെയാണ് ഗസ്നിയിൽ നിന്നും ഗോറിയെ വ്യത്യസ്തനാക്കുന്ന ഒരു കഴിവ് വരുന്നത്. എവിടെയും വിജയങ്ങൾ നേടുന്ന അതിശക്തനായ ഒരു പട്ടാള കമാൻഡറൊന്നും അല്ലാതിരുന്നിട്ടും മരണം തൊട്ടു മുന്നിൽ കണ്ട വമ്പൻ പരാജയങ്ങൾ മുന്നിലുണ്ടായിട്ടുകൂടി മുഹമ്മദ് ഗോറി എവിടെയും പിന്തിരിയുന്നില്ല. അയാളുടെ മനക്കരുത്തും ചോർന്നു പോകുന്നുമില്ല. വർദ്ധിത വീര്യത്തോടെ ഡൽഹി ലക്ഷ്യമാക്കി വീണ്ടും യുദ്ധം നടത്താനുള്ള ഒരുക്കങ്ങളാണ് ഗോറി അന്ന് നടത്തിയത്. അങ്ങനെ തൻ്റെ തോൽവിക്ക് പകരം വീട്ടാനായി മുഹമ്മദ് ഗോറി തൻ്റെ ദേശത്ത് വീണ്ടും ഒരു സൈന്യം കെട്ടിപ്പടുത്തു. സൈനികരുടെ എണ്ണത്തിൽ രാജ്പൂത്തിനെ തോൽപ്പിക്കുക ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയ ഗോറി സൈന്യത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും ആയുധങ്ങളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അങ്ങനെ 1,00,000-ലധികം വരുന്ന ഒരു സൈന്യത്തെ കെട്ടിപ്പടുത്തുകൊണ്ട് മുഹമ്മദ് ഗോറി വീണ്ടും ഇന്ത്യ ലക്ഷ്യമാക്കിക്കൊണ്ട് പട നയിച്ചു. അങ്ങനെ ഹരിയാനയിലെ ടറൈൻ യുദ്ധക്കളത്തിലേക്ക് മുഹമ്മദ് ഗോറിയുടെ സൈന്യം വീണ്ടും എത്തുകയാണ്. ഈ സമയം പൃഥ്വിരാജ് ചൗഹാനും പഴയ രീതിയിൽ തന്നെ രാജ്പൂത് വംശങ്ങളെ വീണ്ടും ചേർത്തുകൊണ്ട് വലിയൊരു സൈന്യത്തെ നിർമ്മിക്കുകയുണ്ടായി. ഈ സമയവും കനൗജിലെ ജയചന്ദ്രൻ രാജാവ് പൃഥ്വിരാജ് ചൗഹാന് ഒരു സഹായവും നൽകിയില്ല. ചില എഴുത്തുകളിലൊക്കെ രണ്ടാം യുദ്ധത്തിൽ ജയചന്ദ്രൻ മുഹമ്മദ് ഗോറിയെ പരോക്ഷമായി സഹായിച്ചതായും പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ഒന്നാം ടറൈൻ യുദ്ധത്തിനപ്പുറം മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ രണ്ടാം ടറൈൻ യുദ്ധത്തിനും വഴി തുറന്നു. ഈ രണ്ടാം യുദ്ധത്തിലും പൃഥ്വിരാജ് ചൗഹാന്റെ സൈന്യം തന്നെയായിരുന്നു ആൾബലത്തിലൊക്കെ മുന്നിൽ. എന്നാൽ ഇത്തവണ മുഹമ്മദ് ഗോറിയുടെ സൈന്യത്തിന് മുന്നിൽ രാജ്പൂത് സൈന്യത്തിന് തിരിച്ചടി നേരിട്ടു. പൃഥ്വിരാജ് ചൗഹാന് യുദ്ധക്കളത്തിൽ വെച്ച് പിന്മാറേണ്ട അവസ്ഥയൊക്കെ വന്നു. എന്നാൽ ഗോറി പിന്തുടരുകയും ചൗഹാനെ പിടികൂടി തടവുകാരനാക്കുകയും ഉണ്ടായി. ഗോറി മികച്ച ഒരു ഭരണകർത്താവായിരുന്നു എന്ന് പറയാറുണ്ട്. അത് നായകരെ തീരുമാനിക്കുന്നതിൽ കൂടിയായിരുന്നു. കാരണം അജ്മീർ പ്രദേശത്ത് പൃഥ്വിരാജ് ചൗഹാനെ തന്നെ ഗോറിക്ക് കീഴിൽ ഭരണാധികാരിയാക്കാൻ മുഹമ്മദ് ഗോറി ശ്രമിച്ചിരുന്നത്രേ. എന്നാൽ പൃഥ്വിരാജ് ചൗഹാൻ വീണ്ടും ഒരു പോരാട്ടത്തിന് ഒരുങ്ങുകയും അതിന് പ്രകാരം വധിക്കപ്പെട്ടു എന്നാണ് പൊതുവെയുള്ള ചരിത്രം. യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്നും ചതിക്കപ്പെട്ടു തുടങ്ങി പല കഥകളും ചരിത്രത്തിൽ നമുക്ക് കാണാനാവും. ഏതായാലും രണ്ടാം ടറൈൻ യുദ്ധത്തിൽ ആയിരക്കണക്കിന് രജപുത്ര സൈനികരാണ് കൊല്ലപ്പെട്ടത്. മുഹമ്മദ് ഗോറി അജ്മീറും ഡൽഹിയും ഒക്കെ പിടിച്ചെടുത്ത് മുസ്ലിം ആധിപത്യത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണ സാധ്യത ഇവിടെ തുറന്നു. അങ്ങനെ പൃഥ്വിരാജ് ചൗഹാന്റെ തോൽവി ഇന്ത്യയിൽ വിദേശ ശക്തികളുടെ ഭരണത്തിന് തുടക്കം കുറിക്കുന്നതിന് കാരണമായി മാറി എന്നും പറയാവുന്നതാണ്. അതുവരെയും ഉത്തരേന്ത്യൻ മേഖലകളിൽ നിറഞ്ഞു നിന്നിരുന്ന രാജ്പൂത്തിൻ്റെ പ്രഭാവം ഇതോടുകൂടി ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്നടിയുകയും ചെയ്തു. നേരത്തെ പൃഥ്വിരാജ് ചൗഹാനോട് ബദ്ധവൈരിയായി നിലനിന്നിരുന്ന കനൗജ് എന്ന രാജ്യവും അതിശക്തം തന്നെയായിരുന്നു. രാജാവായ ജയചന്ദ്രനും ശക്തൻ തന്നെ. എന്നാൽ 1194 മുഹമ്മദ് ഗോറി കനൗജ് രാജ്യത്തിന് നേർക്ക് തിരിഞ്ഞു. അവിടെയും അതിശക്തമായ യുദ്ധം നടക്കുകയും വീണ്ടും മുഹമ്മദ് ഗോറി വിജയിക്കുകയും ചെയ്തു. രാജാവായ ജയചന്ദ്രൻ അന്ന് കൊല്ലപ്പെടുകയുമുണ്ടായി. ബാറ്റിൽ ഓഫ് ചന്ദാവാർ എന്നറിയപ്പെടുന്ന ഈയൊരു യുദ്ധം ആഗ്രയ്ക്കടുത്തുള്ള ഒരു മേഖലയിൽ വെച്ചാണ് നടന്നത്. യുദ്ധത്തിൽ വിജയിച്ച ഗോറി കനൗജ് മേഖലയിലെ പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളും പിടിച്ചെടുക്കുകയും ചെയ്തു. സത്യത്തിൽ ഗോറിയുടെ ചന്ദ്വാർ യുദ്ധത്തിലെ വിജയമാണ് ഉത്തരേന്ത്യയിലെ തുർക്കിഷ് ഭരണത്തിന് അടിത്തറയിട്ടത് എന്ന് പറയാം. അപ്രകാരം പ്രധാനപ്പെട്ട യുദ്ധവിജയങ്ങൾ നേടിക്കൊണ്ട് പുതിയൊരു ഭരണക്രമത്തിന് തുടക്കമിട്ടുകൊണ്ട് മുഹമ്മദ് ഗോറി തിരിച്ചു പോവുകയാണുണ്ടായത്. തിരിച്ചു പോകുമ്പോൾ ഇന്ത്യൻ മേഖലകളുടെ നേതൃത്വം സേനാനായകനായ കുത്തബുദ്ദീൻ ഐബക്കിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പോയത്. ഇന്ത്യൻ മേഖലകളുടെ ആക്രമണത്തിൻ്റെ നേതൃത്വവും ഗോറി അന്ന് കുത്തബുദ്ദീനെ ഏൽപ്പിക്കുകയുണ്ടായി. ഏതായാലും തിരിച്ചുപോയ മുഹമ്മദ് ഗോറി 1202 തൻ്റെ സഹോദരനെ പിന്തുടർന്നുകൊണ്ട് രാജ്യഭാരം ഏറ്റെടുത്തു. എന്നാൽ അധികകാലം ഭരണതലത്തിൽ ജീവിക്കാൻ ഗോറിക്ക് ആയുസ്സുണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ കാലത്ത് രാജ്യത്ത് പല കലാപങ്ങളും പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി. പഞ്ചാബ് മേഖലകളിലെ ഖോഖാർ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ 1206 മുഹമ്മദ് ഗോറിയെ കൊല ചെയ്യുകയാണ് ഉണ്ടായത്. മുഹമ്മദ് ഗോറിയുടെ മരണശേഷം കുത്തബുദ്ദീൻ ഐബക് ഘോറി സാമ്രാജ്യത്തിൻ്റെ സുൽത്താനായി. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ സുൽത്താനും സൃഷ്ടിക്കപ്പെടുകയാണ്. തുടർന്നങ്ങോട്ട് മുസ്ലിം ഭരണത്തിനും തുടക്കമിട്ടു എന്ന് പറയാം. ഏതായാലും മുഹമ്മദ് ഗോറിയും പൃഥ്വിരാജ് ചൗഹാനും ഏറ്റുമുട്ടിയ രണ്ടാം ടറൈൻ യുദ്ധം ഇന്ത്യൻ മേഖലകളിലേക്ക് വിദേശ ശക്തികൾ കടന്നു വരുന്നതിനും ഇന്ത്യൻ മേഖലയിൽ സുൽത്താൻ ഭരണത്തിനും അടിത്തറയിട്ടു എന്ന നിലയിൽ ചരിത്രത്തിലെ ഒരു നിർണായക സംഭവമായി നിലകൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ എന്ന നിലയിൽ മുഹമ്മദ് ഗോറിയും
ചരിത്രത്തിൽ പ്രത്യേക സ്ഥാനത്തോടെ നിലനിൽക്കുന്നു.